ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ESP32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച്, അതായത് ESP32 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോ കൺട്രോളറിൽ നമ്മളൊരു BME 180 എന്ന് പറയുന്ന ഒരു പ്രഷർ സെൻസറിൻ്റെ ഇൻപുട്ട് കൊടുത്ത്, ഓക്കെ അല്ലേ, ആ സെൻസറിൻ്റെ റീഡിങ്സ് കൊടുത്ത് ഈ സെൻസറിൻ്റെ റീഡിങ്സ് നമ്മളൊരു LCD ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിലുള്ള വളരെ കുഞ്ഞൊരു പ്രൊജക്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയംസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതാണ്. നേരെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളിലോട്ടും പോകാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമുക്ക് ബോർഡ് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണക്ഷൻസ് എനിക്ക് നേരെ കാണിച്ചു തരാൻ പറ്റില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വയ്ക്കാം. ഓക്കെ അല്ലേ? വച്ചു. അതിന് ശേഷം നമുക്ക് സെൻസർ കണക്ട് ചെയ്യാം. സെൻസർ അറിയാലോ, നമ്മുടെ BME 180 എന്ന് പറയുന്ന ഒരു പ്രഷർ സെൻസറാണ്. അതിലും ഞാനൊരു ടേപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് നമുക്കിതുപോലെ ഒന്ന് ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അതിൻ്റെ 2 കണക്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് സിംഗിൾ ഒരു പിന്ന് വരുന്നുണ്ട്. അത് നമുക്കിത് ഇവിടെ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ VCCയും ഗ്രൗണ്ടും ഉൾപ്പെടെ വരുന്ന ഒരു സിഗ്നൽ പിന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിൻ്റെ കണക്റ്റേഴ്സാണ്, നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് എന്തുണ്ടാവും, ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതുണ്ടാവും. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഒരു സർക്യൂട്ട് വർക്കാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്ത നമ്മൾ LCD ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേയും ഇതേപോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കോഡ് ഉണ്ടാവും. ആ കോഡും കൂടെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഈ ഒരു സർക്യൂട്ട് വർക്ക് ആവുന്നുണ്ടോ, അതായത് നമ്മുടെ സെൻസറിൻ്റെ ഡേറ്റാസ് എടുത്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ജസ്റ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് പവർ ഒന്ന് കണക്ട് ചെയ്യണം. അതൊന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, പവർ കണക്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്കൊരു വെൽക്കം മെസ്സേജ് വന്നു. ആ വെൽക്കം മെസ്സേജ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ സെൻസറിൻ്റെ ഡേറ്റാസ് ഏതൊക്കെയാണോ എടുക്കുന്നത് അതെല്ലാം അതിലുണ്ട്. ഏതൊക്കെ ഡേറ്റാസ് ആണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഏറെക്കുറെ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിംഗ് ആണ്. നമ്മുടെ സെൻസർ റീഡിങ് കൃത്യമായിട്ട് ഏറെക്കുറെ ആക്യുറസിയിലാണ് നമ്മുടെ സെൻസർ ഡേറ്റാസ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രോഗ്രാമിനകത്ത് ചെറിയ ആൾട്ടർനേഷൻസ് വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡേറ്റ കുറച്ച് ആക്യുറസി വരുത്താൻ പറ്റും. 0 സംതിങ്ങിലാണ് ഇതിൻ്റെ ആക്യുറസി മെഷർമെൻറ്റ്സ് കിടക്കുന്നത്. അതായത് സംതിങ് എന്താ പറയുക, ചെറിയ അങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അത് നോക്കണ്ട. അത് ഓരോ സെൻസറിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കോസ്റ്റ് ബേസ് ചെയ്തിരിക്കും. നമുക്കിപ്പോൾ പ്രൊജക്റ്റൊക്കെ ആണ്, നമുക്കിത് പഠിക്കണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻസറൊക്കെ ധാരാളമാണ്. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഈ ഒരു സെൻസറിൻ്റെയും അതേപോലെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതുവഴി എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് പോർട്ടലിൽ വരിക. അതുവഴി എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളത് മെസ്സേജ് അയച്ച് ഒരു 4 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയത്തിന്, ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ഇതുമായി റിലേറ്റ് ചെയ്ത വേറെ പ്രൊജക്റ്റുമായിട്ടുള്ള സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ആ പോർട്ടൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. നിങ്ങൾക്ക് കൃത്യം 4 മണിക്കൂറിനകത്ത് അവിടെ നിന്ന് മെസ്സേജ് കിട്ടും. ഓക്കെ അല്ലേ? റിപ്ലൈ കിട്ടും. സൊല്യൂഷൻസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരും. പിന്നെ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതുപോലെ ചെയ്തു തരണം, അതായത് ഇതുപോലെ ഏതെങ്കിലും സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക. അത് നമുക്ക് കമൻ്റായിട്ട് ഇടുക. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആ വീഡിയോയും ഇതുപോലെ അപ്ലോഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.